ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ 4ാം മത്സരത്തിൽ ഒഡീഷ FCയെ നേരിടുകയാണ്. വൈകിട്ട് 7:30 ഒഡീഷയുടെ തട്ടകമായ കലിംഗയിൽ മത്സരം അരങ്ങേറുമ്പോൾ ശക്തരായ ഒഡീഷയ്ക്കെതിരെ വിജയിക്കാനുള്ള എല്ലാ അടവും പയറ്റിയാകും സ്റ്റാർ ടീമിനെ കളത്തിലിറക്കുക. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള 6 ടീമുകൾ ഓരോ വീതം വിജയവും തോൽവിയും സമനിലയുമായി 4 പോയിന്റ് വീതം ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുപോലെ നിൽക്കുകയാണ്. ഇന്ന് ജയിക്കാനായാൽ 7 പോയിന്റുകളുമായി 3ാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഉയരാം. എന്നാൽ ആദ്യ 2 കളിയിൽ തോറ്റുവന്ന ഒഡീഷ FC കഴിഞ്ഞ മത്സരത്തിലാണ് ആദ്യ വിജയം സ്വന്തമാക്കിയത്. വമ്പൻ നിരയുമായി ലൊബേറയുടെ കീഴിൽ വിചാരിച്ച് തുടക്കം ലഭിക്കാത്ത ഒഡീഷ FC നിലവിൽ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിനും മത്സരം അത്ര എളുപ്പമാകില്ല. ഇനി ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ ലൂണ പരിക്ക് മാറി വന്നെങ്കിലും ഇന്നും പകരക്കാരന്റെ റോളിലായിരിക്കും താരം ഇറങ്ങുക. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലെ അവസാന മിനിറ്റുകളിലായിരിക്കില്ല താരം ഇറങ്ങുക. 2ാം പകുതിയുടെ തുടക്കത്തിൽ താരത്തെ പ്രതീക്ഷിക്കാം. അതുപോലെ ഐബാൻ പരിക്കു മൂലം ഇന്ന് കളിച്ചേക്കില്ല. മറുവശത്ത് ഒഡീഷ FC അവരുടെ വിദേശ ഡിഫൻഡറായ കാർലോസ് ഡെൽഗാഡോ പരിക്കു മൂലം ഇന്ന് കളിച്ചേക്കില്ല. ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ സെയിം ഫോർമേഷനിൽ 11-ആയിരിക്കും ഇറങ്ങുക. 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി സന്ദീപ് സിംഗും 2 സെന്റർ ബാക്കുകളായി മിലോസും കിഡിലൻ ഫോമിലുള്ള പ്രീതം കോട്ടാലും മിഡ്ഫീൽഡിൽ ദാനിഷും കൊയ്ഫും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ വിപിൻ മോഹനനും 2 വിങ്ങുകളിലുമായി രാഹുലും നോഹും മുന്നിൽ ഏക സ്ട്രൈക്കറായി ഹെസൂസ് ഹിമിനസും പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷനുകളും ലൈനപ്പും കമന്റ് ചെയ്യൂ. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.